തൃശൂർ കൊരട്ടി ചിറങ്ങരയ്ക്ക് പിന്നാലെ ചാലക്കുടി ടൗണിലും പുലി എത്തിയെന്ന് സ്ഥിരീകരണം. സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുപറമ്പിലാണ് പുലി എത്തിയത്. പറമ്പിലൂടെ പുലി നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിസിടിവിയിൽ കണ്ടത് പുലി തന്നെയാണെന്ന് പരിശോധന നടത്തി വനംവകുപ്പ് സ്ഥിരീകരിച്ചു. നഗരത്തിൽ പുലി എത്തിയതോടെ ചാലക്കുടി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പുലിയുടെ CCTV ദൃശ്യങ്ങളും കാൽപ്പാടുകളും ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും എത്തിയത് പുലി തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. CCTVയിൽ പതിഞ്ഞത് പുലി തന്നെയാണെന്ന സ്ഥിരീകരണം വന്നതോടെ കടുത്ത പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. പ്രദേശത്തെ തെരുവുനായ്ക്കളുടെ എണ്ണം കുറഞ്ഞുവരികയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു 3-4 വീടപ്പുറം 24-ാം തീയതി പുലർച്ചെ അവരെ ക്യാമറയിൽ പുലിയെന്ന് തോന്നാവുന്ന ആ രൂപത്തിലും ഭാവത്തിലൊക്കെ പുലിയെന്ന് തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞപടി തന്നെ ആൾക്കാരെല്ലാവരും ഒരു പരിഭ്രാന്തരാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലെ ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി നഗരത്തിലും പുലി എത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായാണ് യോഗം വിളിച്ചു ചേർത്തത്. ദിവസങ്ങൾക്ക് മുൻപ് കൊരട്ടി, ചിറങ്ങര, മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു. 2 കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പുലിയെ കണ്ടു 10 ദിവസത്തിനു ശേഷവും ചിറങ്ങരയിലെ പുലി കൂട്ടിലായിട്ടില്ല. ഇതിനിടെയാണ് ചിറങ്ങരയിൽ നിന്നും അധികം ദൂരമല്ലാത്ത ചാലക്കുടിയിലും പുലി എത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.